ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലോ, നിങ്ങളുടെ പേര്, വീട്, നാട്, ചുറ്റും നിൽക്കുന്ന ആളുകൾ ആരെയും ഒന്നിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലോ, അവിടുന്ന് ആ നിമിഷം മുതൽ നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ജീവിച്ചു തുടങ്ങാൻ പോകുന്നതെങ്കിലോ എങ്ങനെയിരിക്കും? തൻ്റെ ജീവനായ ഭാര്യയെ വർഷങ്ങളുടെ തിരച്ചിലിനൊടുവിൽ ഒരാൾ കണ്ടെത്തുകയാണ്. എന്നാൽ കണ്ടെത്തിയ ശേഷം അവൾക്ക് ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൾ പുതിയൊരു ജീവിതത്തിലാണ്, പുതിയൊരാളുമായി പ്രണയത്തിലാണ്, പുതിയൊരു ജീവിതം ആസ്വദിക്കുകയാണ്. നിങ്ങളാണ് അയാളുടെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? അവളെ വീണ്ടും സ്വന്തം ലൈഫിലേക്ക് തിരികെ വിളിക്കുമോ? അതോ അവളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം പ്രണയം, സ്വന്തം ഭാര്യയോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെച്ച് അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളുടെ പുതിയ ജീവിതം ജീവിക്കാൻ വിടുമോ? മലയാളത്തിന്റെ ഗന്ധർവൻ പത്മരാജൻ ഈ ചോദ്യം മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിട്ട് ഇന്നേക്ക് 35 വർഷങ്ങളിലേറെ ആയിരിക്കുന്നു. ഞാൻ പ്രദീപ്, ഒപ്പം നമ്മുടെ ചാനൽ പേജസ് ആൻഡ് പാത്വേസ്. നമ്മളിന്ന് സംസാരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് സിനിമയെ പറ്റിയാണ്, പത്മരാജന്റെ ഇന്നലകൾ. ഇന്നലെ എന്ന എവർഗ്രീൻ ക്ലാസിക് റിലീസായിട്ട് ഇന്നേക്ക് 35 വർഷങ്ങളിലേറെ ആയിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്നും ഒരു നൊമ്പരമായി നമ്മളിലേക്ക് മനസ്സിൽ അവശേഷിക്കുന്നത്? ഇന്നും സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകളിൽ ഏറ്റവും സജീവമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വീഴുന്ന മായയിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഭൂതകാലം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇന്നലകളില്ല, ഇന്നും നാളെയും മാത്രമാണ്. അവിടെയാണ് ഈ സിനിമയുടെ ഇന്നലകളുടെ വൈകാരികമായ യാത്ര ആരംഭിക്കുന്നത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ വിജയം ഇതിലെ കാസ്റ്റിംഗ് തന്നെയാണ്. ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ ശോഭനയ്ക്കായിരുന്നു. മായയായി സത്യത്തിൽ ശോഭന ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയായിരുന്നു ശ്രീവിദ്യ, ജയറാം, ഒപ്പം നരേന്ദ്രനായി അഭിനയിച്ച സുരേഷ് ഗോപി. സുരേഷ് ഗോപി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു ഡോക്ടർ നരേന്ദ്രൻ. ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ആയിരുന്നു ഇത് എങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജയറാമുമായി പ്രണയിച്ച് നടന്നിരുന്ന മായ ഒടുവിൽ നരേന്ദ്രൻ തിരിച്ചെത്തുന്നതും പിന്നീട് ക്ലൈമാക്സ് അടുക്കുന്നതും മായയ്ക്ക് നരേന്ദ്രനുമായുള്ള പഴയ ജീവിതം ഓർമ്മ വരികയും ലാസ്റ്റിൽ നരേന്ദ്രനൊപ്പം പോകുന്ന മായയെ ജയറാം തട്ടിക്കൊണ്ടു പോവുകയും പിന്നെ അവർ തമ്മിലുള്ളൊരു ചേസിങ്, ഫൈറ്റ് എല്ലാം കൂടെ ചെയ്യുന്നൊരു കൊമേഴ്ഷ്യൽ ഫിലിം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിത്തീരാവുന്നതായിരുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സിങ്. പക്ഷേ എന്നാൽ ഇവിടെയാണ് പത്മരാജൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. തൻ്റെ ഗൗരി ഇപ്പോൾ മായയാണ്, അവളുടെ ശരത്തിനൊപ്പം സന്തോഷവതിയാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ ഒരു പക്ഷേ അവളുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയേക്കാം. ഇവിടെയാണ് നരേന്ദ്രൻ ദൈവതുല്യനാകുന്നത്. അയാൾ തൻ്റെ സ്നേഹം ഉള്ളിലൊതുക്കി അവൾക്ക് വേണ്ടി അവളെ ഉപേക്ഷിച്ചു പോകുന്നു. ഈ സിനിമ തുടങ്ങുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്, അതുപോലെ അവസാനിക്കുന്നതും ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാത്തൊരു കാര്യം, ഇത് സത്യത്തിൽ പത്മരാജൻ എഴുതിയ കഥയല്ല. ഇത് തമിഴ്നാട്ടിലെ വാസന്തി എന്നൊരു എഴുത്തുകാരിയുടെ ജനനം എന്നൊരു നോവലിനെ ആസ്പദമാക്കി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു ചിത്രമാണ്. പത്മരാജൻ നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നലെകൾ പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആർക്കൊക്കെ പത്മരാജനെയും അദ്ദേഹത്തിന്റെ ഇന്നലകൾ എന്ന സിനിമയും ഇഷ്ടമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസിക് മൂവിയെ പറ്റി സംസാരിക്കാനായി അല്ലെങ്കിൽ മറ്റ് ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കാനായി നമുക്ക് വീണ്ടും ഇവിടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ഗൈസ്.